അതായത് മനുഷ്യരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അത് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന് അത് വിട്ടുകൊടുക്കുകയില്ല. അപ്പൊ നമ്മള് ഇന്ന് വെള്ളിയാഴ്ച ഈ എത്തിയതിന് ശേഷം അള്ളാഹുവിനോട് നമ്മൾ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇനി നമസ്കാരം കഴിഞ്ഞാലും അള്ളാഹുവിനോട് നാം കുറെ കാര്യങ്ങൾ ദുആ ചെയ്യും. അള്ളാഹുവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, മനുഷ്യരെന്ന നിലക്ക് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പോരായ്മകളും അബദ്ധങ്ങളും ന്യൂനതകളും കുറ്റങ്ങളും കുറവുകളും ഒക്കെ മനുഷ്യരൊന്നും നമുക്ക് പുറത്തു തന്നിട്ടില്ലെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരും. അതിനാണ് റമളാനുകൾ നമ്മിലേക്ക് കടന്നു വരുന്നത്, നമ്മുടെ പ്രാർത്ഥനകൾ അതിനാണ്. എന്നാൽ മനുഷ്യനുമായി ബന്ധപ്പെട്ട ഒരു വിഷയം, പ്രത്യേകിച്ച് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണോ, നമുക്ക് ആ സാമ്പത്തിക ഇടപാടുകളിൽ നിന്ന് രക്ഷപ്പെടാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യാം, പ്രാർത്ഥിക്കാം. അള്ളാഹുവേ ഒരു വഴി അതിന് കാണിച്ചു തരണം റബ്ബേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എന്നാൽ ഞാൻ ഇന്ന ആൾക്ക് ഇത്ര പണം കൊടുക്കാനുണ്ട്, അള്ളാഹുവേ അതെനിക്ക് പുറത്തു തരണം റബ്ബേ എന്ന് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. അത് അള്ളാഹു ഒരിക്കലും ആ പ്രാർത്ഥന ആ മനുഷ്യനിൽ നിന്ന് അള്ളാഹു സ്വീകരിക്കുകയില്ല. ആ പ്രാർത്ഥന ആ മനുഷ്യനിൽ നിന്ന് അള്ളാഹു സ്വീകരിക്കുന്നതിന്റെ ആദ്യത്തെ ഉപാധി ആ കൊടുക്കാനുള്ള പണം ആ മനുഷ്യന് കൊടുക്കുക എന്നതാണ്. നാം വഞ്ചിച്ച, നാം പറ്റിച്ച ആളുകളുണ്ടോ, ഏത് രൂപത്തിലാണോ വഞ്ചിച്ചത്, ഏത് രൂപത്തിലാണോ പറ്റിച്ചത്, അത് അയാളുമായി ക്ലിയർ ആക്കാതെ അള്ളാഹുവിനോട് ആ കാര്യം എത്ര പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ടും ഒരു കാര്യവുമില്ല. അത് ഇസ്ലാമിന്റെ വളരെ പ്രധാനപ്പെട്ട പാപമോചന പ്രാർത്ഥനയുടെ ഒരു നിയമമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കടബാധ്യതയുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ കൂടെ, അതിന്റെ ചില നിബന്ധനകൾ കൂടെ വളരെ ഗൗരവത്തിൽ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലെങ്കിലും മനുഷ്യ ജീവിതത്തിൽ കുറച്ചൊക്കെ പ്രയാസകരമായി കൊണ്ടു നടക്കാൻ പ്രയാസമുള്ളത് ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ്. ബാക്കിയുള്ളതൊക്കെ സുഖകരമാണ്. സമയമായാൽ പള്ളിയിലേക്ക് വന്ന് നമസ്കരിക്കാൻ കഴിയാത്ത ആളുകളുണ്ടാവും. കഴിയുക എന്നത് വലിയ ഒരു ജോലിയൊന്നുമല്ല, വലിയ ഒരു പണിയൊന്നുമല്ല. അതുപോലെ തന്നെയാണ് ആരാധനകളും ഇബാദത്തുകളും ഒക്കെ നമ്മളൊന്ന് മനസ്സു വെച്ചാൽ നമുക്ക് കഴിയുന്ന ഒന്നാണ്. അതിനേക്കാൾ പ്രയാസകരമായ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഒരു വ്യക്തിത്വവും മൂല്യവും ഒക്കെ നിർണ്ണയിക്കുന്ന ഒന്നാണ് സാമ്പത്തികമായ ഇടപാടുകൾ. സഹാബിമാർ ഒരിക്കൽ പറയുകയാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഞങ്ങൾ ഇങ്ങനെ ഒരിക്കൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ ഒന്ന് മുകളിലേക്ക് നോക്കി. പിന്നെ പ്രവാചകൻ തന്റെ കൈ നെറ്റിയിൽ ഇങ്ങനെ കുത്തി. പ്രവാചകൻ പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, മാദാ നുസ്സില മിന തശ്ദീദ്. സുബ്ഹാനല്ലാഹ്, അല്ലാഹു എത്ര പരിശുദ്ധനാണ്. മാദാ നുസ്സില മിന തശ്ദീദ്, എത്ര ഗൗരവമുള്ള കാര്യമാണ് എനിക്കിപ്പോൾ അവതരിച്ചത്. അതായത് പ്രവാചകന് വഹ്യ് വരികയാണ്. എത്ര ഗൗരവമുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ എനിക്ക് അവതരിപ്പിക്കപ്പെട്ട വഹ്യ്. പ്രവാചകന്റെ മുഖത്തെ ആ ഗൗരവവും ആ സംസാരവും ഒക്കെ കണ്ട് സഹാബിമാർ പറയണം, ഞങ്ങളെല്ലാവരും മൗനം പാലിച്ചു. ഞങ്ങളെല്ലാവരും അസ്വസ്ഥരായി, വല്ലാത്ത പ്രയാസമുള്ളവരായി. അടുത്ത ദിവസം പ്രവാചകനെ കണ്ടപ്പോൾ ഞങ്ങൾ ചോദിച്ചു. കാരണം അന്നത്തെ ദിവസം പ്രവാചകനോട് അത് ചോദിക്കാൻ പറ്റിയ ഒരവസ്ഥയിലല്ല, അത്രത്തോളം അസ്വസ്ഥതയിലാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ. പ്രവാചകനോട് ചോദിച്ചു, പ്രവാചകരെ, ആ ഗൗരവമായ എന്ത് പ്രശ്നമാണ് ഇന്നലെ നിങ്ങളിലേക്ക് അവതരിപ്പിക്കപ്പെട്ടത്? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദിഹി ലൗ അന്ന റജുലൻ ഖുതില ഫീ സബീലില്ലാഹി സുമ്മ ഉഹ്യി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞൊരു മനുഷ്യൻ അല്ലാഹുവിന്റെ മാർഗത്തിൽ കൊല ചെയ്യപ്പെടുകയും പിന്നെ ആ മനുഷ്യനെ ഉയർത്തെഴുന്നേൽപ്പിക്കുകയും പിന്നെയും കൊല ചെയ്യപ്പെടുകയും പിന്നെയും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുകയും പിന്നെയും ആ മനുഷ്യൻ അല്ലാഹുവിന്റെ മാർഗത്തിൽ മരണപ്പെട്ടു. ആ മനുഷ്യന് മേൽ കടബാധ്യതയുണ്ടെങ്കിൽ
എത്ര പ്രാവശ്യമാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹീദായത്? 3 പ്രാവശ്യം. അതെന്താ അങ്ങനെ പറയാൻ കാരണം? അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹീദായ ഒരു മനുഷ്യനോട് പിന്നെ വിചാരണയില്ല, ചോദ്യമില്ല, അയാൾ നേരിട്ട് സ്വർഗത്തിലേക്കാ. ഇവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അവതരിപ്പിക്കപ്പെടുന്നത് 3 പ്രാവശ്യം. അതൊരു ആലങ്കാരികമായ പ്രയോഗമാണ്. ഒരു മനുഷ്യൻ ഷഹീദായി, പിന്നെയും ആ മനുഷ്യന് ജീവിതം നൽകി, പിന്നെയും ആ മനുഷ്യൻ ഷഹീദായി, പിന്നെയും ജീവൻ നൽകി, പിന്നെയും ഷഹീദായി. വഅലൈഹി ദൈനുൻ, ആ മനുഷ്യന് കടബാധ്യതയുണ്ടെങ്കിൽ മാ ദഖലൽ ജന്നത, ആ മനുഷ്യൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല. ഹത്താ യുഖ്ളാ അൻഹു ദൈനുഹു, അദ്ദേഹത്തിന്റെ കടബാധ്യത വീട്ടാതെ ആ മനുഷ്യൻ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കുകയില്ല എന്നുള്ളതാണ്. അപ്പൊ അതാണ് ആ ഗൗരവമുള്ള കാര്യം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അവതരിപ്പിക്കപ്പെടുന്നത്. ഇത് നമ്മളൊരു കഥയായി കേൾക്കേണ്ട ഒന്നല്ല. ഈ ഗൗരവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. സാമ്പത്തികമായ ഇടപാടുകളിൽ, സാമ്പത്തികമായ ക്രയവിക്രയങ്ങളിൽ ആർക്കാണ് കടം കൊടുക്കാനുള്ളത് എന്നത് നമുക്ക് കൃത്യമാകണം. ഇതൊരു മനുഷ്യന്റെ വ്യക്തിത്വമാണ്. നമ്മൾ അതിന്റെ വിശദീകരണം കഴിഞ്ഞയാഴ്ച നമ്മൾ വളരെ വിശദമായി നമ്മൾ സൂചിപ്പിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചിരുന്ന ഒരു പ്രാർത്ഥന ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസനി വൽ അജ്സി വൽ കസലി വദൽഇ ദൈനി വഖഹരി ദിജാൽ, അതല്ലെങ്കിൽ വഗലബത്തി ദിജാൽ. ഇതിന്റെ വ്യത്യസ്ത റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. എന്താ നബി പ്രാർത്ഥിച്ചിരുന്ന ഒരു പ്രാർത്ഥന? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി, അല്ലാഹുവേ ടെൻഷനിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷയെ ചോദിക്കുന്നു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസനി, ദുഃഖത്തിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷയെ ചോദിക്കുന്നു. വൽ അജ്സി, അശക്തിയിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷയെ ചോദിക്കുന്നു. വൽ കസ്ലി, മടിയിൽ നിന്ന്, അലസതയിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷയെ ചോദിക്കുന്നു. വൽ ബുഖ്ലി, പിശുക്കിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷയെ ചോദിക്കുന്നു. വദൽഇ ദൈനി, കടബാധ്യതയിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷയെ ചോദിക്കുന്നു. വഗലബത്തി ദിജാൽ, മനുഷ്യരുടെ ബലപ്രയോഗത്തിൽ നിന്നും, മനുഷ്യർ ഞങ്ങളെ കീഴ്പ്പെടുത്തുന്നതിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷയെ ചോദിക്കുന്നു. അപ്പോൾ ഇതൊരു പ്രാർത്ഥനയാണ്. പ്രധാനപ്പെട്ട നമ്മുടെ ജീവിതത്തിലെ ടെൻഷൻ നമുക്കുണ്ടാകരുത് എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. സങ്കടം ഉണ്ടാകരുത് എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറെ കാര്യങ്ങൾ, അശക്തി, അലസത, പിശുക്ക്. നമ്മൾ പിശുക്കനാന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമല്ല. നമ്മൾ പിശുക്കനാണെങ്കിൽ പോലും പിശുക്കനാണെന്ന് പറയുന്നത് ഇഷ്ടമല്ല. അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്യണം, പിശുക്കിൽ നിന്ന് രക്ഷപ്പെടുത്തണം, കടബാധ്യതയിൽ നിന്ന് രക്ഷപ്പെടുത്തണം. അതുപോലെ തന്നെ മനുഷ്യർ നമ്മെ കീഴ്പ്പെടുത്തുന്നതും ആക്രമിക്കുന്നതും അവരുടെ ഫലപ്രയോഗത്തിന് വിധേയമാകുന്നതിൽ നിന്നും നാം രക്ഷപ്പെടുത്തണം. അപ്പോൾ അതിലൊന്ന് കടബാധ്യതയാണ്. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ട ഒന്നാണ്. കാരണം ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴേ അങ്ങനെ ഒരു മനോഭാവത്തെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ കഴിയുകയുള്ളൂ. അപ്പൊ കടവുമായി ബന്ധപ്പെട്ട ഇസ്ലാമിന്റെ ഒരു വീക്ഷണം, ഒന്ന്, പരമാവധി കടം വാങ്ങരുത് എന്നാണ്. പരമാവധി കടം വാങ്ങരുത്. എന്നാൽ കടം ചോദിച്ചാരെങ്കിലും വന്നാൽ പരമാവധി അയാൾക്ക് കടം കൊടുക്കണം. ഇസ്ലാം, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മളിതൊക്കെ വായിക്കുമ്പോ, ഇതൊക്കെ പഠിക്കുമ്പോ ഞാൻ ആലോചിക്കാറുള്ളത്, ഈ ഇസ്ലാം പറഞ്ഞ ഓരോ കാര്യങ്ങളും എവിടെയാണ് ഇസ്ലാമിൽ നിയമമില്ലാത്തത്? എല്ലാ കാര്യങ്ങളിലും നിയമമാണ്. പരമാവധി കടം വാങ്ങരുത്. എന്നാൽ ഒരാൾ പ്രയാസപ്പെട്ട് നമ്മുടെ അടുത്തേക്ക് കടം ചോദിച്ചു വന്നാലോ പരമാവധി അയാൾക്ക് ആ കടം കൊടുക്കണം. വാങ്ങരുത് എന്നതിന് നാം കഴിഞ്ഞയാഴ്ച പ്രാർത്ഥിച്ച പ്രവാചകന്റെ ഒരു പ്രാർത്ഥന, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ മഅ്തമി വൽ മഅറമി, അല്ലാഹുവേ പാപത്തിൽ നിന്നും കടത്തിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷയെ ചോദിക്കുന്നു എന്നാണ്. ഒരാൾ കടം ചോദിച്ചു വന്നാലോ അത് കൊടുക്കുന്നത് വലിയ ശ്രേഷ്ഠതയാണ്. അപ്പൊ അത് കൊടുക്കുന്ന ആളേക്ക് നമുക്ക് നോക്കാം. അതൊന്നിപ്പോ നമ്മൾ മിമ്പറിൽ നിന്ന് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കറിയാം ആർക്കാ കൊടുക്കാൻ പറ്റുക, ആർക്കാണ് അത് കൊടുത്താൽ തിരിച്ചു കിട്ടാത്തതെന്നൊക്കെ അറിയാം. അതൊക്കെ നമ്മുടേതായ ഒരു യുക്തിയിൽ നമുക്ക് ചെയ്യാം. പക്ഷേ പുതിയ കാലത്തെ ഒരു ട്രെൻഡും സംസാരവും, അതിൽ കുറെ സത്യവും കളവൊന്നുമല്ല, സത്യം തന്നെയാണ്. എന്താ, ഒരാളോട് തെറ്റണമെന്നുണ്ടോ? ഒന്നും നോക്കണ്ട, കടം കൊടുത്തോന്ന്. എന്താ, കടം വാങ്ങുമ്പോ ഒരു സ്വഭാവമായിരിക്കും, തിരിച്ചു കൊടുക്കുമ്പോ വേറൊരു സ്വഭാവമായിരിക്കും. ഇതൊരു മുസ്ലിമിന് യോജിച്ചതല്ല.
നമ്മളൊരാളിൽ നിന്ന് കടം വാങ്ങുമ്പോ ഒരു സ്വഭാവം, എന്നിട്ട് അയാളിനോട് 6 മാസം കഴിഞ്ഞില്ലേ ആ പൈസ എടുക്കാണ്ടാവൂ, അന്റെ ഒരു പൈസ അപ്പൊ കൊടുക്കുമ്പോഴും വാങ്ങണ അതേ സ്വഭാവം വേണം. അല്ലേ പ്രാർത്ഥിച്ച് നിങ്ങൾ ചെയ്തു തന്നൊരു ഉപകാരമാണ് കേട്ടോ. അതാണ് റസൂൽ പറഞ്ഞല്ലോ, മനുഷ്യരോട് നന്ദി കാണിക്കാത്തവൻ അള്ളാഹിനോട് നന്ദി കാണിക്കാൻ കഴിയില്ല. മനുഷ്യരോടും നന്ദി കാണിക്കണം. അതിന് പ്രത്യേകമായ ആദര സൂചകങ്ങളൊന്നുമില്ല. പക്ഷെ അതൊക്കെ ഒരു മനുഷ്യന്റെ പ്രത്യേകതയാണ്. അപ്പൊ അതൊക്കെ നമ്മുടെ ഉണ്ടാവും. നാട്ടില് ഏറ്റവും അടുത്ത ആളുകളോട് സാമ്പത്തിക ഇടപാടുകൾ നടത്തിയാൽ അത് തെറ്റും തന്നെയാണ് അധികം, അതിലൊന്നും സംശയമൊന്നുമില്ല. പക്ഷേ പ്രയാസപ്പെട്ടു വരുന്ന ആളെ സഹായിച്ചാൽ മൻ കാന ഫീ ഹാജത്തി അഖീഹി കാന അല്ലാഹു ഫീ ഹാജത്തിഹി. ഒരു മനുഷ്യനെ മറ്റൊരു മനുഷ്യൻ അയാളുടെ അത്യാവശ്യ ഘട്ടത്തിൽ സഹായിച്ചാൽ നമ്മൾ ആരുടെ സഹായം പ്രതീക്ഷിക്കുക? ഞാനൊരു അനിവാര്യ ഘട്ടത്തിൽ അവനെ സഹായിച്ചതാണ്, പക്ഷെ എനിക്കൊരു അനിവാര്യ ഘട്ടം വന്നപ്പോ എന്നെ സഹായിച്ചില്ലല്ലോ. തോന്നാം, പക്ഷെ തോന്നണ്ടയില്ല. ആരെ സഹായിക്ക? അള്ളാഹു സഹായിക്കും. അപ്പൊ നമ്മൾ ഒരാൾക്ക് വേണ്ടി അല്ലാഹു റസൂൽ പറഞ്ഞല്ലോ, മൻ മശാ ഫീ ഖളാഇ ഹാജതി അഖീഹി ഖൈറും മിൻ അൻ യഅതഖിഫ ഫീ മസ്ജിദി ഹാദാ ശഹ്റൈൻ. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന്റെ കാര്യത്തിന് വേണ്ടി ഓടി നടന്നാൽ മസ്ജിദുൻ നബവിയിൽ 2 മാസം ഇഅ്തികാഫ് ഇരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠത ആ മനുഷ്യനുണ്ട്. അപ്പൊ ഒരാളെ സഹായിക്കുക എന്നുള്ളത് വലിയ ശ്രേഷ്ഠതയുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ഒരു മനുഷ്യനെ ആരാണോ സഹായിക്കുന്നത് അയാളെ അള്ളാഹു സഹായിക്കും. അപ്പൊ നമ്മുടെ സമയം ഒരു പക്ഷേ ചില ആളുകൾക്ക് നമ്മൾ കൊടുക്കേണ്ടി വരും. നമ്മുടെ വാഹനം മറ്റൊരാൾക്ക് വേണ്ടി നമ്മൾ കൊടുക്കേണ്ടി വരും. അതല്ലെങ്കിൽ നമ്മുടെ വാഹനത്തിൽ മറ്റൊരാളുടെ ആവശ്യത്തിന് വേണ്ടി അയാളെ കൊണ്ടുപോകേണ്ടി വരും. ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട സംഗതി ഇത്രേ ഉള്ളൂ, ഞാൻ എന്റെ 2 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ അല്ലെങ്കിൽ എന്റെ ഞായറാഴ്ച ദിവസം അല്ലെങ്കിൽ എന്റെ ശനിയാഴ്ച ദിവസം അല്ലെങ്കിൽ ഇത്ര ടൈം ഞാൻ അയാൾക്ക് വേണ്ടി മാറ്റിവെക്കുന്നു. നമുക്കൊരു കാര്യം അതിലില്ല. എന്തിനാ ഞാൻ മാറ്റിവെക്കണത്? എനിക്കൊരാവശ്യം വരുമ്പോ ഇയാൾ എന്നെ സഹായിക്കുന്നുള്ളതല്ല, അത് പ്രതീക്ഷിച്ച ഫീലിംഗ് ആവും. നടന്നോണമെന്നില്ല. എന്നെ അള്ളാഹു സഹായിക്കും എന്നത് നമ്മൾ വിചാരിച്ചാൽ നമുക്കതിന്റെ സന്തോഷം ഉണ്ടാവും. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ നഫസ അൻ മുസ്ലിമിൻ ഖുർബതൻ മിൻ ഖുറബി ദുനിയ നഫസല്ലാഹു അൻഹു ഖുർബതൻ മിൻ ഖുറബി യൗമിൽ ഖിയാമ. ഒരു മനുഷ്യനെ മറ്റൊരു മനുഷ്യൻ സഹായിച്ചാൽ നാളെ പരലോകത്ത് നാം പ്രയാസപ്പെട്ട് നിൽക്കുന്ന സമയത്ത് അള്ളാഹു നമ്മെ സഹായിക്കും. വമൻ യസ്സറ അലാ മുഅ്സിരിൻ യസ്സറല്ലാഹു അലൈഹി ഫി ദുനിയ വൽ ആഖിറ. പ്രയാസപ്പെട്ട് നിൽക്കുന്ന ഒരു മനുഷ്യനെ നമ്മുടെ പ്രവർത്തനങ്ങൾ കാരണം നാം ഒരു എളുപ്പമുണ്ടാക്കി കൊടുത്താൽ ഈ മനുഷ്യൻ അല്ലാഹു ഈ ലോകത്തും പരലോകത്തും എളുപ്പമുണ്ടാക്കി കൊടുക്കും. ആലോചിച്ച് നോക്കുന്ന പ്രയോഗം, യസ്സറല്ലാഹു അലൈഹി ഫി ദുനിയ വൽ ആഖിറ. വമൻ സതറ മുസ്ലിമൻ. ഒരു മുസ്ലിമിന്റെ ഒരു മനുഷ്യന്റെ ന്യൂനത ഒരാൾ മറച്ചു വെച്ചാൽ സതറഹുല്ലാഹു ഫി ദുനിയ വൽ ആഖിറ. നമ്മുടെ ന്യൂനത അല്ലാഹു ഈ ലോകത്തും പരലോകത്തും മറച്ചു വെക്കും. വല്ലാഹു ഫി ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫി ഔനി അഖീഹ്. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ എത്രത്തോളം സഹായിക്കുന്നുവോ അത്രത്തോളം ആ മനുഷ്യനെ അല്ലാഹു സഹായിക്കും. 4 കാര്യങ്ങൾ വളരെ വിശദമായി ഈ വിഷയത്തിൽ പറയാൻ. അത് വെച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്കൊക്കെ വരുന്ന കുറെ സംഗതികളെ നമുക്ക് ചിന്തിച്ചാലോചിച്ച് ഒരു മനുഷ്യന്റെ വ്യക്തിത്വം നമുക്ക് രൂപപ്പെടുത്തിയെടുക്കാൻ സാധിക്കും. മറ്റൊരിക്കൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാമിൻ മുസ്ലിമിൻ യുഖ്രിദു മുസ്ലിമൻ ഖർളൻ മർറത്തൈനി. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന് 2 പ്രാവശ്യം കടം കൊടുത്താൽ ഇല്ലാ കാന ഖസദഖതിഹാ മർറ. അതിലൊന്ന് സ്വതക്കയായി കൊണ്ട് അല്ലാഹു പരിഗണിക്കുന്നതാണ്. അതിലൊന്ന് സ്വതക്കയായി കൊണ്ട് ദാനധർമ്മമായി അല്ലാഹു പരിഗണിക്കുന്നതാണ്. വാങ്ങുന്നവൻ പാലിക്കേണ്ട മര്യാദ കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ സൂചിപ്പിച്ചു. ഇത് നൽകുന്ന ആളുകളോട് ഇസ്ലാം അതിനെ പ്രോത്സാഹിപ്പിക്കുന്നു. ഒന്ന് സ്വതക്കയായിരിക്കും. പണം മൊത്തം തിരിച്ചു കിട്ടി. 5 മാസത്തിന് കടം വാങ്ങിയതാ, 5 മാസം കഴിഞ്ഞപ്പോൾ കിട്ടി, വീണ്ടും കൊടുത്തു, കറക്റ്റ് തിരിച്ചെത്തി. പക്ഷെ അതിൽ ഒന്നെന്താണ്? സ്വതക്കയാണ്. അപ്പൊ അത്ര ശ്രേഷ്ഠതയാണ് ഒരാളെ സഹായിക്കുക എന്നുള്ളത്. അങ്ങനെ ഒരു സഹായ മനോഭാവം സമൂഹത്തിൽ ഉണ്ടായിത്തീർന്നാൽ വാങ്ങുന്നവൻ അത് കൃത്യമായി തിരിച്ചു കൊടുത്താൽ ഒരുവിധം പലിശ എന്ന വലിയ പ്രയാസത്തിൽ നിന്ന് മനുഷ്യർക്ക് രക്ഷപ്പെടാൻ സാധിക്കും. കൊടുക്കുന്ന ആളുകൾ നിർത്തിവെക്കപ്പെടാന്നറിയോ? പൈസ കുറെ പോകുമ്പോഴാണ്. അപ്പൊ ആളുകളെ പറഞ്ഞിട്ട് കാര്യമല്ല. കാരണം എന്താ? ഇത് കൊടുത്തോൻ തെറ്റി, തന്നപ്പം തെറ്റി, മൂത്തച്ഛൻ തെറ്റി, ഇളച്ചൻ തെറ്റി, കച്ചവടം പിരിഞ്ഞു,
കഴിഞ്ഞു. അപ്പൊ പിന്നെ ഓൻ എത്ര ആയത്തും ഹദീസും കേട്ടി അവർ ആവേശം ഉണ്ടാവില്ല. അപ്പൊ അത് സമൂഹത്തിൽ സംജാതമായി തീരേണ്ട ഒരു മര്യാദയാണ്. അത് മനുഷ്യന്മാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ നൽകുക എന്നത് വളരെ ശ്രേഷ്ഠകരമായ ഒന്നാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റഹിമല്ലാഹു റജുലൻ, ഒരു മനുഷ്യനെ അല്ലാഹു അനുഗ്രഹിക്കട്ടെ, ഇദാ ബാഅ വഇദ ഇശ്തറ വഇദ ഇഖ്തലാ. ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് ആ മനുഷ്യനെ ഒന്ന് വിൽക്കുമ്പോൾ, ഒന്ന് വാങ്ങുമ്പോൾ, ഒന്ന് കിട്ടാനുള്ള കടം ചോദിക്കുമ്പോഴും വിട്ടുവീഴ്ച ചെയ്യുന്ന മനുഷ്യനെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അപ്പൊ നമ്മളൊരു കാര്യം വിൽക്കുന്നു, അപ്പൊ അവിടെ നമ്മളൊരു വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കുന്ന ഒരാളാണ്, അയാളെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഒരു കാര്യം മറ്റൊരാളിൽ നിന്ന് വാങ്ങുന്നു, അപ്പോഴും ആ മനോഭാവം. ഇനി ഒരു മനുഷ്യന് കിട്ടാനുള്ള കടം, അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോഴും ഒരു മാന്യതയും അതിനൊരു അവധി നീട്ടിക്കൊടുക്കലും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ ആ മനുഷ്യനെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്നാണ്. അപ്പൊ നിങ്ങളാൽ ഒരു സൊസൈറ്റിയിൽ ഉണ്ടായിത്തീരേണ്ട, ഒരു സമൂഹത്തിൽ ഉണ്ടായിത്തീരേണ്ട ഒരു കാഴ്ചപ്പാടാണ് ഇസ്ലാം ഇതിങ്ങനെ അവതരിപ്പിക്കുന്നത്. എത്ര സുന്ദരമായ സന്ദേശമാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറഞ്ഞു, പരലോകത്ത് മലക്കുകൾ ഏറ്റുവാങ്ങുന്ന ഒരു ആത്മാവ്, നിങ്ങളുടെ മുൻഗാമികളായ ഒരു മനുഷ്യന്റെ ആത്മാവ്. ആ മലക്കുകൾ ആ മനുഷ്യനോട് ചോദിച്ചു, അഅമിൽത മിനൽ ഖൈരി ശൈഅ. മലക്കുകൾ ഈ മനുഷ്യനോട് ചോദിക്കാണ്, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തൊരു ഹദീത്താണിത്. മലക്കുകൾ ചോദിക്കാണ്, നിങ്ങൾ വല്ല നല്ല കാര്യവും ചെയ്തതായി നിങ്ങൾക്ക് അനുഭവം ഉണ്ടോ? ഈ മലക്കുകൾ ഈ മനുഷ്യനോട് ചോദിക്കാം. അപ്പൊ അദ്ദേഹം പറയുന്ന, കുൻതു ആമുറു ഫിത്തിയാനി അൻ യുൻദിറു വയതജാബസു അനിൽ മൂസിരി. അദ്ദേഹം പറയും, എനിക്ക് ചില കാര്യസ്ഥരുണ്ടായിരുന്നു. ഞാൻ ആ കാര്യസ്ഥർക്ക് കൊടുത്തിരുന്ന ഒരു നിർദ്ദേശം, ആരെങ്കിലുമൊക്കെ നമുക്ക് ബാധ്യതയുള്ള കടം തരാനുള്ളവരിൽ പ്രയാസമുള്ളവരുണ്ടെങ്കിൽ നിങ്ങളത് അവധി നീട്ടിക്കൊടുക്കുക, അതല്ലെങ്കിൽ അത് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക എന്ന് ഞാൻ എന്റെ കാര്യസ്ഥരോട് പറഞ്ഞിരുന്നു. അതുകൊണ്ട് ആ മനുഷ്യന് മലക്കുകൾ നന്മയും സ്വർഗവും നൽകുന്ന ഒരവസ്ഥ ആ മനുഷ്യനിൽ ഉണ്ടായി. അപ്പോ ഒരു മനുഷ്യന് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക, സമയം നീട്ടിക്കൊടുക്കുക എന്നതൊക്കെ ഏറെ ശ്രേഷ്ഠകരമായി ഇസ്ലാം പഠിപ്പിച്ച ഒന്നാണ്. അപ്പൊ കടബാധ്യതയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കടം വാങ്ങുന്നതിനെ ഇസ്ലാം നിരുത്സാഹപ്പെടുത്തുകയും എന്നാൽ കടം കൊടുക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന മനോഭാവമാണുള്ളത് എന്ന് മാത്രമല്ല, കഴിഞ്ഞയാഴ്ച നാം സൂചിപ്പിച്ചു, കടബാധ്യതയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇതൊക്കെ പറയുമ്പോഴും സൂറത്തുൽ ബഖറയിലെ ഒരായത്ത് പൂർണ്ണമായി ഒരു പേജ് അതിന്റെ നിബന്ധനകൾ പറയുന്നു. അതിൽ ഒന്നാമത്തേത്, കടം എന്ന ഉടമ്പടി എഴുതി വെക്കണം, എഴുത്തുകാരൻ നീതി പാലിക്കണം. അതില്ലെങ്കിൽ പ്രശ്നമാവും. അത് നമ്മളെ കൊടുത്തു കഴിഞ്ഞാല് പിന്നെ അഡ്രസ് ഉണ്ടാവില്ല. അപ്പൊ അതും ഖുർആൻ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു ഇദാ തദായൻതും ബിദൈനിൻ ഇലാ അജലിൻ മുസമ്മം ഫക്തുബൂ. ഹേ വിശ്വാസികളെ, നിങ്ങളൊരു സാമ്പത്തികമായ ഇടപാടുകൾ നടത്തുമ്പോ നിങ്ങളത് എഴുതി വെക്കണം. അത് എഴുതി വെക്കാൻ നീതിയുള്ള ഒരാളെ നിങ്ങൾ ഏർപ്പെടുത്തണം. ആ നീതിയുള്ള ഒരാളെ അത് എഴുതി രേഖപ്പെടുത്താൻ വേണ്ടി വിളിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അത് വിസമ്മതിക്കുകയും ചെയ്യരുത്. അപ്പൊ രണ്ട് ആളുകൾ തമ്മിലുള്ള കടമിടപാടുകളാണ്. അതെന്ത് ചെയ്യണം? അത് കൃത്യമായി എഴുതി രേഖപ്പെടുത്തണം. നമ്മളോടൊരാൾ പണം ചോദിച്ചു, അപ്പൊ അയാളോട് നമ്മൾ പറയണം, അല്ലെ നമ്മളൊരാളോട് പണം ചോദിച്ചു, അയാൾ പറയാം പൈസ തരാ, എനിക്കിതൊന്ന് എഴുതി വെക്കണം. അതിന് മറുപടി അനക്കിന്നെ തീരെ വിശ്വാസമല്ലേ എന്നുള്ളതല്ല, ഇസ്ലാമിന്റെ നിയമമാണ്. കടമിടപാടുകൾ കൃത്യമായി എഴുതി രേഖപ്പെടുത്തി വെക്കണം എന്ന് മാത്രമല്ല, രേഖയിൽ എഴുതപ്പെടേണ്ട കാര്യങ്ങൾ പറയേണ്ടത് ആ കടം വാങ്ങുന്നവനാണ്. അപ്പൊ അവൻ ഒന്നും കൂടെ ഒരു ബോധം ഉണ്ടാവും, ഞാൻ വാങ്ങിയത് തന്നെയാണെന്ന്. അപ്പൊ കറക്റ്റ് സെന്റൻസ് എന്ത് ചെയ്യണം? അതിൽ എഴുതി രേഖപ്പെടുത്തണം, ഒന്നും കുറക്കരുത്. ഇനി ഈ കടം വാങ്ങുന്നവൻ ദുർബലനാണെങ്കിൽ, അവൻ വേണ്ടത്ര ബുദ്ധി ഇല്ലാത്ത ഒരു മനുഷ്യനാണെങ്കിൽ, അത് നീതിയോടുകൂടി അയാളുടെ വലിയ ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ എഴുതി രേഖപ്പെടുത്തണം. രണ്ടാമത്തെ നിയമം, വസ്തശീദു ശഹീദൈനി മിൻ റിജാലിക്കും. ഈ കടമിടപാടുകൾ എഴുതി രേഖപ്പെടുത്തുമ്പോൾ പുരുഷന്മാരായ രണ്ട് സാക്ഷികൾ ഉണ്ടാകണം. ഫഇല്ലം യകൂനാ റജുലൈനി ഫറജുലുൻ വംറഅതാനി മിമ്മൻ തർലൗന മിൻ ശുഹദാ. ഇനി രണ്ട് പുരുഷന്മാരില്ല, പിന്നെയോ രണ്ട് പുരുഷന്മാരില്ല, ഒരു പുരുഷനാണെങ്കിൽ ഒരു പുരുഷനും രണ്ട് സ്ത്രീകളും. അതെന്തിനാ? അത്
സ്ത്രീകളിൽ ഒരാൾ കടബാധ്യതയുമായി ബന്ധപ്പെട്ട ഒരു വിഷയം മറക്കുകയാണെങ്കിൽ, അതല്ലെങ്കിൽ അവർക്കത് ചില സന്ദർഭങ്ങളിൽ പറയാനുള്ള ചില ഭയം വല്ലതുമുണ്ടെങ്കിൽ ഒരാൾ കൂടി ഓർമ്മിപ്പിക്കാനാണ്. ഇപ്പൊ 2 പുരുഷന്മാർ, ഒരു പുരുഷനാണെങ്കിലോ ഒരു പുരുഷനും 2 സ്ത്രീകളും, ഇതൊക്കെ ഖുർആൻ ഇങ്ങനെ കൃത്യം പറയാണ്. ഇപ്പൊ സാക്ഷികൾ ഇതിനു വേണം എന്ന് മാത്രമല്ല, സാക്ഷികൾ ഉത്തരവാദിത്വത്തോടുകൂടി പ്രവർത്തിക്കണം. സാക്ഷികളെ കടബാധ്യതയുമായി ബന്ധപ്പെട്ട വല്ല വിഷയങ്ങളും ഉണ്ടായാൽ സാക്ഷികളെ വിളിക്കുമ്പോ അവരതിന് വരണം. ആ സാക്ഷ്യത്തിൽ നിന്ന് അവർ പിന്മാറാൻ പാടില്ല. അവർ ഉത്തരവാദിത്വത്തോടുകൂടി ആ വിഷയത്തിൽ ഇടപെടണം ആണ് സാക്ഷികളുടെ പ്രത്യേകത. വെറുതെ എല്ലാത്തിനും സാക്ഷിയായി നിന്ന് ആളുകളോട് പല സംസാരങ്ങളും സംസാരിച്ച് അവസാനം ഒഴിവാകാൻ പറ്റൂല. സാക്ഷി സാക്ഷിയാണ്. മറ്റൊരു നിർദ്ദേശം, ഇതേ ആയത്തിലെ നിർദ്ദേശം, വലാ തസ്അമൂ അൻ തക്തുബൂഹു സഗീറൻ ഔ കബീറൻ ഇലാ അജലിഹി. ചെറുതാകട്ടെ വലുതാകട്ടെ, ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അതെന്ത് ചെയ്യണം? അത് എഴുതി വെക്കാൻ നിങ്ങൾക്ക് മടിയുണ്ടാകരുത്. കാരണം എന്താണെന്നറിയോ? ദാലികും ഖസ്സതു ഇൻദല്ലാഹി വഅഖവമു ലിശ്ശഹാദ വഅദ്നാ അല്ലാ തർതാബു. ഒന്ന്, അല്ലാഹുവിന്റെ മുമ്പിൽ ഏറ്റവും നീതിയുള്ളത് അതാണ്. ചെറുതാണെങ്കിലും വലുതാണെങ്കിലും എഴുതി വെക്കണം. മറ്റൊന്ന്, സാക്ഷിക്ക് ഏറ്റവും സ്ഥായിയായ അടിസ്ഥാനം ഉണ്ടാകണം. മറ്റൊന്ന്, സംശയങ്ങളും തർക്കങ്ങളും ഒഴിവാകാനുള്ള ഏറ്റവും ഉത്തമമായ മാർഗം എഴുതി വെക്കുക എന്നതാണ്. ഖുർആനിലെ ആയത്താണിത്. അങ്ങനെ ഉണ്ടല്ലോ, ആളുകൾക്ക് വല്ല സംശയം ഉണ്ടായി, അപ്പൊ എന്താണ്? എഴുതി വെച്ചാൽ മതി. ചെറുതാണെങ്കിലും വലുതാണെങ്കിലും എഴുതി വെക്കണം. വ്യാപാരം വളരെ പെട്ടെന്ന് നടത്തുന്ന കച്ചവടമാണെങ്കിൽ എഴുതി വെച്ചിട്ടില്ലെങ്കിലും പ്രശ്നമില്ല, എന്നാലും സാക്ഷി ഉണ്ടാകുന്നതാണ് നല്ലത് എന്നൊക്കെ പറഞ്ഞ് അവസാനം ഖുർആൻ പറയാണ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക, നിങ്ങൾ ചെയ്യുന്നതിനെ കുറിച്ചെല്ലാം അല്ലാഹു അറിയുന്നു, അല്ലാഹു എല്ലാ കാര്യങ്ങളെ കുറിച്ചും അറിവുള്ളവനാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ ഒരു വലിയ ആയത്തിലെ നിയമങ്ങളാണ്. നമ്മൾ വിട്ടുപോയിട്ട് ഈ ആയത്തൊന്നും ഇങ്ങനെ എടുത്തു വായിച്ചാൽ ഇസ്ലാമിലെ കടബാധ്യതയുടെ ഈ മുഴുവൻ നിയമങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ കടം എന്നത് ഗൗരവമുള്ള ഒരു വിഷയമാണ്. അത് കിട്ടാനുള്ളവനെ ഗൗരവം നല്ല മനസ്സിലാവും. കടം കൊടുത്തിട്ടേ കിട്ടാനുള്ള കുറെ ആളുകൾ ഉണ്ടാവും, അവർക്കത് നല്ല മനസ്സിലാവും. കൊടുക്കാനുള്ളവന് ചെറിയൊരു പ്രയാസം ഉണ്ടാവും. കൊടുക്കാതെ നമ്മുടെ മയ്യത്ത് ഖബറിലേക്ക് വെച്ചാൽ ശിക്ഷയാണ്. നമ്മുടെ അനന്തരാവകാശ സ്വത്ത് ഓഹരി വെക്കേണ്ട എങ്ങനെയാണ്? ഒരാൾ മരിച്ചു, പിന്നെ ആ സ്വത്ത് തെരിക്കത്താണ്, അനന്തരാവകാശികൾക്കുള്ളതാണ്. ആ സ്വത്ത് ഓഹരി വെക്കേണ്ട ആദ്യം മക്കൾ എണ്ണലല്ല, ആദ്യം കടബാധ്യത. എത്ര ഉണ്ട് വാപ്പാക്ക് കടം? മാറ്റിവെക്കുക. രണ്ടാമത് ബാപ്പാന്റെ വസിയ്യത്ത് മാറ്റിവെക്കുക. എന്നിട്ടേ സ്വത്ത് ഓരിയേക്കാൻ പറ്റൂ. എന്താണെന്നറിയോ? ബാപ്പാക്ക് ഖബറിൽ സന്തോഷത്തോടെ സുഖമായി കിടക്കണം എന്നതുകൊണ്ടാണ്. അപ്പോൾ ഖബർ ജീവിതത്തിൽ ഒരു മനുഷ്യനെ ബാധിക്കുന്ന വളരെ ഗൗരവമുള്ള ഒന്നാണ് കടബാധ്യതയുമായി കൊണ്ട് മരണപ്പെട്ടു പോവുക എന്നത്. അത് വളരെ ഗൗരവത്തോടുകൂടി നാം ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ട ഒന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.